കൂടെ പാതി നിറച്ചാ പോരാ, നന്നായിട്ട് നിറയ്ക്കണം. ಏನು നന്നായി കൂടെ നിറക്കു. ನನ್ನ ಕೂಡ ನಿದ್ರೆ ಬೇಕು. എന്തത് അതെത്ര ചിരിച്ചിട്ടോടണേ? അല്ല മാലതി, ഈ നന്നെ കൂടെ നിദ്ര അയ്യോ വേണ്ട സാറേ, കൊച്ചന്മാരറിഞ്ഞ വളരെ മോശമല്ലേ? അല്ല എന്റെ അർത്ഥം. വേണ്ട വേണ്ട, ഒന്നും അറിയാത്ത പോലെ മണ്ടം കളിക്കണ്ട. അയ്യോ സത്യമായിട്ട് എനിക്കറിയില്ലേ. പോ സാറേ. പറയില്ല. ആ എല്ലാവരും നന്നെ കൂടെ നിദ്ര വെക്കുവേ. എന്തായി? ഒന്നും പറയണ്ട സാറേ, മാർക്കറ്റ് ഇടിഞ്ഞു. കർത്താവേ, എന്നിട്ട് ആരെങ്കിലും മരിച്ചോ? ക്യാരറ്റിന്റെ മാർക്കറ്റിനെ കുറിച്ചൊന്നും അറിയില്ലല്ലേ, പാന്റും കോട്ടും കേട്ട് നടക്കണേ. എന്തോന്ന് വെച്ച് കിട്ടി? നമ്മള് പതിവാറായതുകൊണ്ട് അടിപറ്റില്ല. പണം എവിടെ? പണം എന്റെ ഉണ്ട്. എവിടെ? കൊടുക്കാൻ വേണ്ടി ബംഗ്ലാവിലേക്ക് പോവുകയാണ്. ഞാൻ കൊടുത്തോളാം. അയ്യോ ഞാൻ കൊണ്ട് കൊടുത്തില്ല, കൊച്ചന്മാര് സമ്മതിക്കില്ല. ഞാൻ സമ്മതിപ്പിച്ചോളാം. അല്ല ഇപ്പൊ ആര് കൊടുത്താലും കുഴപ്പമില്ല. എത്ര ഉണ്ട്? കിട്ടിയ മുഴുവൻ ഉണ്ട്. ബില്ല് എവിടെ? ബില്ലോ? ഇവരാരും ബില്ലാതനോ? ബില്ലൊന്നും വാങ്ങിക്കാറില്ല. നമ്മള് പതിവാറായതുകൊണ്ട് വായുവിൽ എഴുതി കൂട്ടും. വായില്ലോ? വായു എയർ, ഇംഗ്ലീഷ് അറിയില്ലല്ലേ? കാറ്റ്. എന്താ നാറ്റത്? ഇയാളെ കള്ളു കുടിച്ചണ്ട. ഇതാണ് ഇവിടുത്തെ കാറ്റിന്റെ കുഴപ്പം, ഒരു വൃത്തികെട്ട സ്മെല്ല്. അതെ, കൊടുക്കുന്ന ചരക്കിന്റെ കണക്ക് കൃത്യമായിട്ട് ബില്ലാക്കി വാങ്ങിച്ചോണ്ടല്ലോ. മനസ്സിലായ? ഇതെന്തത്? പേപ്പർ. തനിക്കെന്താ പേപ്പർ വെച്ചോടും ഉണ്ടോ? അതെ, ഈ മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോ ഒരാഴ്ചത്തെ പേപ്പർ ഒന്നിച്ച് വാങ്ങിച്ചിട്ട് വരും. പാലക്കലച്ചനുള്ളതാ. നാളെ ഷക്കീലയുടെ പടം റിലീസ് ഉണ്ട്. ഇത് കഴിഞ്ഞ ആഴ്ചത്താ. ഞാൻ കണ്ടതാ, കൊള്ള. അതെ, ഒരെണ്ണം ഞാൻ എടുത്തു എന്ന് പറഞ്ഞാൽ. അയ്യോ അച്ഛൻ സമ്മതിക്കല. സമ്മതിച്ചാൽ ഇപ്പൊ പള്ളി പറയാൻ പറയും. അച്ഛൻ പള്ളി തന്നെ ഇരിക്കുന്നേ. അപ്പൊ അവിടെ തന്നെ പറയാലോ. കേറി പോ നോക്ക്. അല്ല ഇതെന്താ? ചെവി. ഇതാ മാതാവ്, 100 നോട്ടാണല്ലോ. ഇതെങ്ങനെ ചെവിയിൽ വന്ന്? മാർക്കറ്റ് ഇടിഞ്ഞപ്പോ പറന്നു വന്നിരുന്നായിരിക്കും. പറഞ്ഞു വന്നായിരിക്കും. അഭ്യാസം എടുത്തോണ്ടല്ലോ. അല്ല, ഒരു അബദ്ധം പറ്റിയതാ. കളിക്കല്ലേ. സാറിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. കൊച്ചമ്മമാരോട് പറയരുതേ. പോയിക്കോ. പിന്നെ ഇത് വെച്ചോ. ഫുള്ളാ? ഇന്നെ കൂടാ നിദ്ര ബേക്കൂ. ഞാൻ അത്രക്കാരനല്ല സാർ. എന്നെ കാണരുത്, ഒരു സഹോദരനായിട്ട് കാണണം. സാറിനും ഇല്ല അമ്മയും പെങ്ങളും സിസ്റ്റേഴ്സും. അല്ല മാത്തൂട്ടി, മാറിക്കണോ? കാശ് തന്നെ വളക്കാൻ നോക്കണേ. എന്നെ കിട്ടൂല. വണ്ടി വിട്ടോടാ, കുഴപ്പമാണ്. അല്ല നിങ്ങള് ഈ നന്നെ കൂടെ പോടാ. ഇനി ചീത്ത വാക്കായിരിക്കും ഇത്. നന്നെ കൂടാ നിദ്ര ബേക്കൂ. ഞാൻ വെറുതെ. ഞാൻ എന്താ ഈ കാണണേ, എന്താ ഈ കേക്കണേ? കഴിഞ്ഞ ഞായറാഴ്ച പള്ളി വെച്ച് കണ്ട പോലെ അല്ലല്ലോ. ആകെ ഒരു മാറ്റം. ഒരാഴ്ച കൊണ്ട് എന്ത് അത്ഭുതം ഇവിടെ ഉണ്ടായത്. വല്ല ദൈവദൂതന്മാരും പ്രത്യക്ഷപ്പെട്ടോ? എവിടെ? അതാ അതാരാ രൂപക്കൂട്ടില്? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എപ്പോഴും സ്വീകരിക്കട്ടെ. എന്താ ദൂതന്റെ പേര്? സോളമൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സോളമൻ. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ബാലുശ്ശേരി GHSലെ ഹെഡ്മാസ്റ്ററായിരുന്ന ഒരു എബ്രഹാം തോമസിനെ കുറിച്ച്? ഓർമ്മയുണ്ട്. സാറിന്റെ മോനാ. മിടുക്കൻ. നിന്റെ പ്രസൻസ് ഇവിടെ ഉണ്ടാക്കിയ മാറ്റം ഞാൻ കണ്ടു. വരണ്ട മണ്ണിലേക്ക് ഒരു പുതുമഴ പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നന്നായി. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗായികയെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമായിരുന്നില്ലല്ലോ. സോളമൻ നന്നായിട്ട് പാടും. അതെയാ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് കൂടാം. ഞാനും ഇത്തിരി സംഗീതവും പാട്ടും ഒക്കെ ഉള്ള കൂട്ടത്തിലാ. ഇന്ന് കാലത്ത് തന്നെ ഒരെണ്ണം എഴുതി കമ്പോസ് ചെയ്തേ ഉള്ളൂ. ഇനി ഇത് തെലുങ്കിലേക്കോ കന്നഡത്തിലേക്കോ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം. മനസ്സിനകത്തൊരു യേശു, മയിൽ പീലിയേശു, മാമ്പുണ്ണിയേശു, മെയ്യ സകലം യേശു, മനസ്സിനകത്തൊരു പ്ലാങ് പ്ലാങ്. എങ്ങനെയുണ്ട്? അസലായിട്ടുണ്ട്. പക്ഷെ ഇതൊരു പഴയ സിനിമാ പാട്ടല്ലേ ഫാദർ? ഇടയ്ക്കിടയ്ക്ക് യേശു യേശു എന്ന് കേറ്റിയത് നന്നായിട്ടുണ്ട്. അച്ഛന്റെ പാട്ടെഴുത്ത് ഇങ്ങനെയാ.
പഴയ സിനിമാ പാട്ടുകൾക്കിടയില് യേശുവിനെയും മാതാവിനെയും പരിശുദ്ധാത്മാവിനെയും തിരികെ അങ്ങ് കേറ്റും. അല്ല, അത് ഒരു ക്രിയേഷൻ ആണല്ലോ. ക്രിയേഷനല്ല, ക്രിമേഷനാ. പിന്നെ പാരഡി എന്നും പറയും. ഞാൻ ചായ എടുക്കാം, അച്ഛനിരിക്കുക. ഇരിക്കാവുന്ന സമയമില്ല, ഞാൻ ഇറങ്ങുക. എന്റെ വണ്ടി വഴി വെച്ച് ഓഫായി. ആ മാത്തുക്കുട്ടി ഏൽപ്പിച്ചിട്ടാ പോകുന്നേ. അച്ഛൻ ആ വണ്ടി ഒന്ന് മാറ്റിക്കൂടെ? മോഹമില്ലാഞ്ഞിട്ടല്ല എന്നെ. നാട്ടിൽ ചെല്ലുമ്പോ ഓരോ ഇടവകയിലെ അച്ഛന്മാര് മാരുതിയും സെന്നും സെൽഫോണും ഒക്കെ ആയിട്ട് പായുന്ന കാണുമ്പോ കൊതിയാവുക. പക്ഷെ നിങ്ങളുടെ ആ കെട്ടുവള്ളത്തൊക്കെ ഭേദമാണല്ലോ എന്റെ വണ്ടി എന്നുള്ള സമാധാനം മാത്രമേ ഉള്ളൂ. അയ്യോ, എന്താ ഞാൻ വന്ന കാര്യം മറന്നു. ഇവിടെ എസ്റ്റേറ്റ് നോക്കാൻ ഒരു മാനേജർ വന്നു എന്ന് പറഞ്ഞു. ഏതോ ഒരു ആജാനുബാഹു. ആജാനുബാഹു? ആ, ഒരു സോമൻ. അയ്യോ, അത് സോളമൻ തന്നെയാ. സോമാന്ന് ചുരുക്കി വിളിക്കുന്നതാ. ഓഹോ, എന്നാൽ സോമൻ എന്ന സോളമൻ എന്ന് വന്നേ. ഇത്തിരി കുശലം പറയട്ടെ. വന്നേ, വാ. എന്താ നിന്റെ ഉദ്ദേശം? മനസ്സിലായില്ല. അന്നയും ആലീസും പാവങ്ങളാ, വെറും ശുദ്ധാത്മാക്കള്. അവരുടെ മുമ്പിൽ നീ ദൈവദൂതനായിരിക്കും. പക്ഷേ പുറത്തു പറഞ്ഞു കേട്ടിടത്തോളം നീ ആളത്ര ശരിയല്ല. പുറത്ത് ആരെന്ത് പറഞ്ഞു? അതാരെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് വന്ന പത്രം നീ ആ മാത്തുക്കുട്ടിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചു മേടിച്ചതുള്ളത് സത്യമാണോ? ഓ, അത് ശരി. ഒരെണ്ണം ഞാൻ എടുത്തു എന്നുള്ളത് നേരാ, പക്ഷെ പിടിച്ചു പറിച്ചിട്ടൊന്നുമില്ല. പിന്നെ ആ ആള് പറയുന്ന കേട്ട് അച്ഛനെന്നെ തെറ്റിദ്ധരിക്കരുത്. ആ ആളുടെ കുറച്ച് വെട്ടിപ്പ് ഞാൻ പിടിച്ചു, ഒന്ന് വരട്ടി. അപ്പൊ തന്നെ ഞാൻ അച്ഛനോട് പോയി ഇതിന്റെ ഇരട്ടിയായിട്ട് പറഞ്ഞു കൊടുക്കുമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നത്. അതെ, സത്യം. ഫാദർ സത്യം ചെയ്യുമ്പോ എപ്പോഴും കർത്താവിനെ പിടിച്ച് സത്യം ചെയ്യുന്ന നല്ലത്. അതാ അച്ഛന്മാർക്ക് സേഫ്. അച്ഛൻ എന്നെ വിശ്വസിക്കാം. പിന്നെ അന്ന ടീച്ചറും ആലിസ് ടീച്ചറും എനിക്കെന്റെ സ്വന്തം അമ്മയെ പോലെ. ഒന്നല്ല, രണ്ടമ്മമാരുടെ സ്നേഹം ഒരുമിച്ച് കിട്ടിയ സന്തോഷത്തില് ഞാൻ എന്നെ തന്നെ മറന്നുപോയി എന്നുള്ള സത്യ. അല്ലാതെ സോറി. ആ മത്തകുത്തി വന്ന് പറഞ്ഞത് കേട്ടപ്പോ ഏതോ ഒരു ബറാബസ് ആണെന്നാ ഞാൻ വിചാരിച്ചത്. എന്തായാലും പരിചയപ്പെട്ടത് നന്നായി. സമയം കിട്ടുമ്പോഴൊക്കെ പള്ളിമേട്ടിലേക്ക് വരണം, നമുക്ക് കൂടാം. പാരഡി മാത്രമല്ല, ഒറിജിനലും ഉണ്ട്. ശരി ഫാദർ. ആ പിന്നെ സോളമന് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ? പേടിയോ? ഹേയ്, പിന്നെന്തിനാ കൂടെ കിടക്കാൻ അവനെ വിളിച്ചത്? ആരെ? ആ മത്തകുത്തിയെ. ആര് വിളിച്ചു? എപ്പോ വിളിച്ചു? നന്നെ കൂടെ നിദ്ര വേക്കൂ എന്ന് നീ അവരോട് പറഞ്ഞോ? അത് ഞാൻ പറഞ്ഞു. ആ എന്ന് പറഞ്ഞാ കൂടെ കിടക്കാൻ വരുന്നുണ്ടെന്നാണോ അതിന്റെ? ഒന്നുമില്ലേ, കൂടെ നന്നായിട്ട് നിറയ്ക്കണമെന്ന് പറഞ്ഞു. കൂടെ നന്നായിട്ട് നിറയ്ക്കണമെന്ന്. എന്തായാലും അവനോട് പറഞ്ഞത് പറഞ്ഞു. വല്ല പെമ്പിള്ളാരോടും പറയാണ്ടിരുന്നത് ഭാഗ്യം. ഈശോ മറിയ ഔസേപ്പേ, കൂട്ടിലിരിക്കും പുണ്യാള, കാട്ടിലെ പെണ്ണിനെ മാറ്റിക്കോ, പീഡനമാണ് പെണ്ണിൻ ലക്ഷ്യം, നീവായോ. മാതാവേ, ഏറ്റെടുത്ത ജോലി യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ ചെയ്തു തീർക്കാനുള്ള മനസമാധാനവും ധൈര്യം എനിക്ക് തരണമേ. ആരുടെയും വെറുപ്പിനും ദേഷ്യത്തിനും എന്നെ ആളാക്കരുതേ മാതാവേ. തിന്നോ തിന്നോ, നന്നായിട്ട് തിന്നോ. നിന്റെ ഒടുക്കത്തെ അത്താഴാ മോനെ. നോക്കണ്ട നോക്കണ്ട, നീ എന്നെ അങ്ങനെ നോക്കി പേടിപ്പിക്കണ്ട. കിക്കിലി ചേട്ടത്തി ഇക്കാര്യത്തിൽ നിരപരാധിയാ മോനെ. ചിക്കൻ എന്ന് കേട്ടാ കത്തിയെടുക്കാൻ നിൽക്കുന്നില്ല അവൻ. അവനെ നോക്കി നീ പേടിപ്പിക്കും. ചേർത്തിയേ, പൂവനോട് എന്താ ഒരു കിന്നാരം? ആ, സോഫി മോൾ എത്തിയോ? നീ വേഗം വരണേന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്റെ മോളെ ഒന്നും പറയണ്ട. എസ്റ്റേറ്റ് നോക്കാൻ ഒരു യമകാലൻ വന്നിട്ടുണ്ട്. ഇവിടെയുള്ള മിണ്ടാപ്രാണികളൊക്കെ കൊന്നു തിന്നാ. ദേ, ഒരുത്തന് അവന്റെ ഒടുക്കലത്തെ അത്താഴം വെച്ചു കൊടുത്തിരിക്കുക. നിന്റെ പുന്നാര പൂച്ചയെ സൂക്ഷിച്ചോ. ഒന്നും കിട്ടിയില്ലെങ്കിലേ അവൻ അതിനെയും കത്തിവെക്കും. ആ കോമൻ. കോമനോ? ആ, അവന്റെ ചേച്ചി ഒരുത്തി കൊണ്ടാക്കി വെച്ച് പോയതാ. ഓ, അതാണല്ലേ വിരുന്നുകാരുണ്ടെന്ന് അയമുട്ടിക്ക പറഞ്ഞത്. കൊച്ചമ്മമാരുടെ ബന്ധുവാ? ഓ, എന്നാ ബന്ധുവാ. പണ്ടെങ്ങാണ്ടോ പഠിപ്പിച്ചിരുന്ന പള്ളിക്കൂടത്തിൽ പഠിച്ചതോ മറ്റോ ആണെന്ന്. കൊച്ചമ്മമാർക്ക് ഇപ്പൊ അവനില്ലാതെ ഉമിനീരിറങ്ങത്തില്ല.
വെളുത്തിരുന്ന മുടിയെല്ലാം കറുപ്പിച്ച് അവൻ ഈ കുടുംബം വിളിപ്പിക്കും. വെളുപ്പിക്കേ? നീ തന്നെ കണ്ടോ, രണ്ടെണ്ണത്തിന് ഈ മഞ്ഞത്തും വെയിലത്തും കാട്ടിലും മേട്ടിലും ഒക്കെ തുള്ളിച്ചോണ്ട് നടക്കുക. ഇക്കണക്കിന് പോയാലേ മോൾ അവരധികകാലം നോക്കേണ്ടി വരില്ല. രണ്ടുപേർക്കും കൂടി 4 കഷ്ണം പഞ്ഞിയുടെ ആവശ്യമുള്ളൂ. പരദൂഷണം പറയാണെന്ന് വിചാരിക്കരുതേ. സുഖമില്ലാത്തവരും അങ്ങനെ തുള്ളിക്കാൻ പറ്റത്തില്ലെന്ന് ചേർത്തിക്ക് പറയായിരുന്നില്ലേ? ഓ, നമ്മള് പറഞ്ഞ അവിടെ ആര് കേക്കാനാ? എന്നെ കണ്ടാലേ സിനിമാ നടിയെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് പുതപ്പിക്കാൻ നോക്കിയതാ. നമ്മൾ എത്ര കുളിര് കണ്ടതാ. ആളിവിടെ ഉണ്ടോ? ഉണ്ട്. ത്രിസന്ധ്യ ആവാൻ പോണ നേരത്തെ ഉടക്കാനൊന്നും നിക്കണ്ട. ഞാൻ ഏഷ്യനും കൂട്ടിയതാന്ന് പറയും. കൊച്ചമ്മമാരെ അടുത്ത് തലയെ കെട്ടി വെച്ചിരിക്കല്ലേ. തഞ്ചത്തിൽ നിന്ന് പൂച്ചക്കുഞ്ഞിനെ എടുക്കുന്ന പോലെ ചെവി തൂക്കിയെടുത്ത് പുറത്ത് കളഞ്ഞാ മതി. ഇല്ലേലേ ചിലപ്പോ മോള് പുറത്താവും. എനിക്ക് അങ്ങനെ ആരുടെയും കാലം എഴുതി മുത്തുന്ന സ്വഭാവം ഇല്ലെന്ന് ചേർത്തിക്ക് അറിയാലോ. മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്, ഇല്ലെങ്കിൽ സോഫി ആരാണെന്ന് ആൾ അറിയും. മാതാവേ, വെളുക്കാൻ തേച്ചത് പാണ്ടാവോ? ആ